നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസ് കാണിച്ചുകൂട്ടുന്ന, അതായത് സിദ്ധരാമയ്യ കാണിച്ചുകൂട്ടുന്ന ഓരോ അഴിമതിക്കും ഗവർണർ നടപടി തുടങ്ങി എന്ന് വേണം കരുതാൻ. ആദ്യമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ്. മൈസൂർ നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണത്തിലാണ് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയത്. ഭൂമി കൈമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടായി എന്നാണ് ആരോപണം. സാമൂഹ്യ പ്രവർത്തകനാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടിക്ക് അനുമതി നൽകിയത്. ഗവർണർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതും ഈ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഗവർണർ മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ 7 ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകണമെന്നും പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അവ എല്ലാം തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്താനും കൃത്യമായി അറിയിക്കാനും ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഗവർണർക്കെതിരെ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു. പ്രോസിക്യൂട്ട് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണമെന്നും ഭരണഘടനാപരമായ സ്ഥാനം ദുരുപയോഗം ചെയ്യരുതെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പ്രദീപ് കുമാർ, വിവരാവകാശ പ്രവർത്തകനായ TJ എബ്രഹാം, സ്നേഹമയി കൃഷ്ണ എന്നിവരാണ് സിദ്ധരാമയ്യക്കെതിരെ പരാതികളുമായി ഗവർണറെ സമീപിച്ചത്. അഴിമതി ആരോപണം ഉന്നയിച്ച വിവരാവകാശ പ്രവർത്തകൻ TJ എബ്രഹാമുമായി ഗവർണർ രാജ്ഭവനിൽ വൈകിട്ട് 3 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അഴിമതി ആരോപണത്തിൽ കഴിഞ്ഞ ജൂലൈ 26-ന് ഗവർണർ സിദ്ധരാമയ്യയിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്യുകയുണ്ടായി. ഈ അഴിമതിയിലൂടെ സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടമുണ്ടായെന്നാണ് TJ എബ്രഹാം ആരോപിക്കുന്നത്. ലോകായുക്ത പോലീസിനാണ് പരാതി നൽകിയത്. മുണ്ടയുടെ കീഴിലുള്ള 50:50 ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യയ്ക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണം ഉയർന്നത്. ലേഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന വ്യക്തികൾക്കും പകരം ഭൂമി മറ്റൊരിടത്ത് നൽകുന്ന പദ്ധതിയാണിത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് പകരമായി ഭൂമി നൽകിയതിന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബുഡ കമ്മീഷണർക്ക് എബ്രഹാം ഓഗസ്റ്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചത്. മൈസൂരിൽ 14 വ്യത്യസ്ത ഇടങ്ങൾക്ക് അനുമതി നൽകിയതിലൂടെ 45 കോടി രൂപയുടെ നഷ്ടം കർണാടക സംസ്ഥാനത്ത് ഉണ്ടായെന്നാണ് എബ്രഹാം വ്യക്തമാക്കുന്നത്. പരാതിയിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ, മകൻ യതീന്ദ്ര, മുതിർന്ന ബുഡ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളും പരാമർശിക്കുന്നുണ്ട്. പാർവതിയുടെ പേരിൽ മൈസൂർ ഔട്ടർ റിംഗ് റോഡിലുള്ള കേസരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഈ പദ്ധതി പ്രകാരം ലേഔട്ട് വികസിപ്പിക്കാൻ മൈസൂർ നഗരവികസന അതോറിറ്റിക്ക് നൽകിയിരുന്നു. പകരം നൽകിയ ഭൂമി അവർ അറിയിക്കുന്നതിനേക്കാൾ അധിക മൂല്യമുള്ളതാണെന്നും ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം. ഭൂമി സംബന്ധിച്ച് എല്ലാ കണക്കുകളും തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ്യ മറച്ചുവെച്ചുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. പാർവതി നൽകിയ ഭൂമിയിൽ ദേവന്നൂർ ലേഔട്ട് വികസിപ്പിച്ച മൈസൂർ നഗരവികസന അതോറിറ്റി ഭൂമിയുടെ മൂല്യം താരതമ്യേന കൂടുതലുള്ളതും വിജയനഗറിൽ അവർക്ക് 38,284 ചതുരശ്ര അടിക്ക് പകരം നൽകി. ഇതുവഴി മൈസൂർ നഗരവികസന അതോറിറ്റിക്കും കർണാടക സർക്കാരിനും 4,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് ആരോപണത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ആരോപണമാണ് TJ എബ്രഹാം അടക്കം ഗവർണറെ സമീപിച്ചതും പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന ആവശ്യവുമായി ഗവർണറെ മുന്നിൽ എത്തിയതും. 1988-ലെ അഴിമതി നിരോധിത നിയമത്തിലെ സെക്ഷൻ 17(218) പ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷന് അനുമതി നൽകണമെന്ന അഭ്യർത്ഥനയിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം ആരോപണ വിധേയമായ കുറ്റകൃത്യങ്ങൾ നിവേദനത്തിൽ പരാമർശിക്കുന്നു എന്നാണ് ഗവർണറുടെ ഓഫീസിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ പരാമർശിക്കുന്നത്.